ഹരി ഓം ഗുരുജി. ഗുരുജി, അങ്ങയുടെ ജീവിതയാത്രയിൽ അങ്ങ് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടിയിരിക്കുമല്ലോ. പല ആചാര്യ പരമ്പരയിൽ നിന്ന് അങ്ങേക്ക് ഒരുപാട് അറിവുകളും സിദ്ധിച്ചിട്ടുണ്ട്. അതിൽ സുപ്രധാനവും അങ്ങയുടെ പ്രൊഫഷനുമാണല്ലോ വൈദ്യം. യഥാർത്ഥത്തിൽ എന്താണ് ആരോഗ്യം? അരോഗാവസ്ഥയാണെന്ന് ആരോഗ്യം എന്ന് വിളിക്കുന്നത്. അരോഗ എന്ന് വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥ. രോഗമില്ലാത്ത അവസ്ഥ എന്ന് വിളിക്കാമെങ്കിൽ ഇന്ന് ആരും ആരോഗ്യവാന്മാരല്ല. എല്ലാവർക്കും എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്വാഭാവിക അവസ്ഥ, അതായത് മനസ്സ് പ്രസന്നമായിരിക്കുക, ശരീരം നിത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജസ്വലമായിരിക്കുക, വൈബ്രൻ്റ് ആയിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം. അതിനു വേണ്ടിയിട്ട് ദഹനം ശരിയായിരിക്കണം, വിസർജനം സുഖകരമായിരിക്കണം, അതുപോലെ തന്നെ ഉറക്കം നന്നായിരിക്കണം. അതിനൊപ്പം ഈ മനസ്സിൻ്റെ പ്രസന്നത കൂടി ചേരുമ്പോൾ ആരോഗ്യാവസ്ഥ എന്നതിനെ വിളിക്കാം. ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം. അപ്പം മനസ്സിനെ ശരീരത്തെ നമ്മൾ രണ്ടായി കാണുന്നു, അല്ലേ? അങ്ങനെയല്ല. മനസ്സ് ശരീരം ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനസ്സ് ശരീരത്തെയും ശരീരം മനസ്സിനെയും ഓവർലാപ്പ് ചെയ്ത് ജീവിക്കുന്ന പോലെ ആണ് അതിൻ്റെ ഒരു സ്ഥിതി. മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തെ ബാധിക്കാറുണ്ട്, ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിനെയും ബാധിക്കാറുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം വേറെ, ശാരീരിക ആരോഗ്യം വേറെ എന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് നമ്മൾ പറയുന്നത് നിത്യവൃത്തിക്കുള്ള ആ ബലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. മാനസിക ആരോഗ്യം എന്ന് വെച്ചാലോ ഈ പറഞ്ഞ പ്രസന്നത, ധൈര്യം ഉണ്ടായിരിക്കുക, ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടായിരിക്കുക, ഈ സ്ഥിതിഗതികളെ പറ്റിയുള്ള യാഥാർത്ഥ്യബോധത്തെപ്പറ്റി, സത്യബോധത്തെപ്പറ്റിയൊക്കെ അറിവുണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ശാരീരിക മാനസിക ആരോഗ്യത്തിൽ എന്നുള്ള വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ നിന്ന് ആരംഭിക്കാം ഗുരുജി. മനസ്സെന്നാൽ എന്താണ്? മനസ്സെന്നാലൊരു വസ്തുവല്ല. വികാരങ്ങൾ, വിചാരങ്ങൾ, അതായത് തോട്ട്സ്, ഫീലിംഗ്, ഇമോഷൻ തുടങ്ങി നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ മനസ്സ് എന്ന് വിളിക്കാം. എന്താണ് വികാരങ്ങൾ? വികാരമെന്നാൽ ഇമോഷൻസ് എന്നല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. വികാരത്തെ ഇമോഷൻ എന്നല്ലേ വിളിക്കുക. മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നു ചില വിഷയങ്ങൾ, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഉണർന്നു വരുന്നു. കോപം ഒരു വികാരമല്ലേ? ഇഷ്ടം ഒരു വികാരമല്ലേ? വെറുപ്പ് മറ്റൊരു വികാരം, അസൂയ വേറൊരു വികാരം, അല്ലേ? ഇതൊക്കെ നമ്മൾ എവിടെയോ ഉറങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ചിത്തം. നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ്. അതിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം സൂക്ഷ്മ ഓർമ്മകളെ അത് ഉണർന്നു വരുമ്പോൾ വികാരം എന്ന് നമ്മൾ വിളിക്കുന്നു. വികാരങ്ങൾ വിവിധ വിചാരങ്ങളെ ഉണ്ടാക്കുന്നു. വികാര വിചാരങ്ങൾ ചേർന്ന് മനസ്സ് രൂപം കൊള്ളുന്നു. സ്മൃതി രൂപമായിരിക്കുന്ന ഇതെല്ലാം ചേർത്ത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് നാലായി തിരിച്ച് അതിനെ പഠിക്കാൻ പൂർവികർ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ ചേർക്കുമ്പോൾ മുമ്പ് ചോദിച്ച മനസ്സ് എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു. ഗുരുജി, ഇന്നത്തെ യങ് ജനറേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന മെയിൻ ഇഷ്യൂസ് അല്ലേ ഡിപ്രഷൻ, ആൻസൈറ്റി, എക്സെൻട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ ശരിക്കും എന്താണ്? ആജീവനാന്തം ഒരാൾ ഇതിനൊക്കെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആശയാണ് സർവ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. നമ്മുടെ ആഗ്രഹം, ഒരു വിഷയത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അതെനിക്ക് നേടണം, കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി പ്രയത്നിക്കാനും തയ്യാറല്ല. അതെനിക്ക് ഏതെങ്കിലും എളുപ്പ വഴി എനിക്ക് നേടണം, അല്ലെങ്കിൽ അധികം കഷ്ടപ്പെടാൻ എനിക്ക് നേടണം. ഇത്തരം വിചാരങ്ങളാണല്ലോ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. പ്രയത്നമില്ലാതെ നേടണം എന്നുള്ള ആഗ്രഹം, അത് നേടാൻ പറ്റാത്തപ്പോൾ നേടിയവരുമായിട്ടുള്ള എൻ്റെ ഒരു കമ്പാരിസൺ, ഞാൻ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ വളരെ മോശസ്ഥിതിയിലാണുള്ള വിചാരങ്ങൾ, അങ്ങനെയുള്ള ചിന്തകൾ, ഇതൊക്കെ ഡിപ്രഷന് കാരണമാകുമെന്ന് തോന്നുന്നു.
നേടാനുള്ള ആഗ്രഹങ്ങൾ മൂലമാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നത്. ഇത് തന്നെ ആ നേടാനുള്ള ആഗ്രഹം മറ്റൊരു രോഗമായി തരും. അതിനാണ് ഉത്സുകത. അത് പതിയെ പതിയെ നമുക്ക് നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിചാരങ്ങൾ മൂലം ഈ പറഞ്ഞ എക്സെൻട്രിസിറ്റിയിലേക്ക് അവസാനമായെത്തുന്നത്. അതിന് മുമ്പ് എന്താ എത്തുക? ആങ്സൈറ്റി, ഉത്കണ്ഠാരോഗം ഉണ്ടാവും. ഡിപ്രഷൻ, ആങ്സൈറ്റി, അതിനുശേഷം പതിയെ മനസ്സ് ഒരു ഭ്രാന്താവസ്ഥയെ പ്രാപിക്കും. എനിക്കൊന്നും പറ്റിയില്ലോ, എനിക്കൊന്നും നേടാനാവില്ലല്ലോ, എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ലല്ലോ എന്നൊക്കെയുള്ള പലവിധ വിചാരങ്ങൾ മതിച്ച് അവസാനം ലുനാറ്റിക് സ്റ്റേറ്റിലേക്ക്, അല്ലേ, ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പതുക്കെ എത്തിച്ചേരുന്നു. എല്ലാത്തിനും കാരണം ഈ ആഗ്രഹങ്ങൾ തന്നെയാണ്. അതിനെ ശരിയായി മാനേജ് ചെയ്യൽ തന്നെയാണ് ലൈഫ് മാനേജ്മെൻറ്റ്. ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് വർക്ക് പ്രഷറും ഒരു കാരണമല്ലേ? തിരക്കിനിടയിൽ ആളുകൾ ജീവിക്കാൻ മറന്നോ? ഈ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് തന്നെ വർക്ക് എൻജോയ് ചെയ്യാത്തത് കൊണ്ടല്ലേ. അതൊരു പക്ഷേ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ ഈ പ്രഷറൊക്കെ വളരെ നോർമലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏതായാലും നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടുന്ന അയാൾ നമ്മളെ ഉപയോഗപ്പെടുത്തുവാണല്ലോ. നമ്മുടെ സമയം അയാൾ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അത് തന്നെ ഒരു ബന്ധനമാണ്. ആ ബന്ധനത്തിൽ നമ്മൾ ആസ്വദിക്കുകയൂടെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതൊരു രോഗമായി മാറുന്നു. കർമ്മരോഗമെന്ന് ഞാനതിനെ വിളിക്കാറുണ്ട്. ഈ ജോലി എന്ന് തന്നെ രോഗമായി മാറുന്ന ഒരവസ്ഥ. അത് നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയാൽ വർക്ക് പ്രഷർ നമ്മളെ അധികം ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കുറേയെങ്കിലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷേ ഇന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് കൂലി കിട്ടണം എന്നുള്ളൊരു മനോഭാവമാണ്. അതിനെ ആനന്ദിച്ച് ഇതെൻ്റെ ധർമ്മമാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടാവണം ഇന്നുണ്ടാവുന്ന ഈ മാനസിക രോഗങ്ങളുടെ എല്ലാം കാരണമെന്ന് വിചാരിക്കുന്നു. ജോലി പോലെ തന്നെ മിക്കവരും വലുതായി സങ്കല്പിക്കുന്ന ഒന്നാണല്ലോ വിവാഹവും. ഇന്ന് കൂടി വരുന്ന ഡിവോഴ്സ് കേസുകളുടെ കാരണം എന്തായിരിക്കാം? മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ധാരാളം പോസിബിലിറ്റി ഉണ്ട്. അതായത് സ്ത്രീ പുരുഷൻ ഭേദമില്ലാതെ എല്ലാവർക്കും സമ്പാദിക്കാം, എല്ലാവർക്കും സ്വന്തമായി വീടുണ്ടാക്കാം, എല്ലാവർക്കും സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള സാഹചര്യമൊന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പും പറ്റുമായിരുന്ന മനുഷ്യനൊരു പക്ഷേ വിവാഹമോചനമൊക്കെ നേടിയേനെ, മുമ്പും ഡിവോഴ്സൊക്കെ ഉണ്ടായിരുന്നേനെ. പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചത്. ഇന്നാർക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും സ്വതന്ത്രരാണ് എന്നൊരു മിഥ്യാബോധമുണ്ട്. അതിൻ്റെ ഫലമായിരിക്കണം ഞാൻ എനിക്ക് പറ്റും, ഞാൻ എന്തിനു സഹിക്കണം, സഹനശക്തിയില്ല, തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്ക്, പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെയുള്ള മുഖം വീർപ്പിക്കൽ, ഒന്ന് അയഞ്ഞു കൊടുക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ, ആ പ്രേമം എത്രയോ ദൂരെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും മനുഷ്യന് സാധിക്കുന്നില്ലല്ലോ. അതാണ് ഈ ഡിവോഴ്സിൻ്റെയൊക്കെ കാരണം. പ്രേമത്തിൽ അലിഞ്ഞ് പത്നി പതിയെയും പതി പത്നിയെയും പരസ്പര ഈശ്വരഭാവത്തോടെ കണ്ട്, സ്ത്രീയായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരി എന്നും പുരുഷനായിരിക്കുന്ന സാക്ഷാൽ ശിവനെന്നും കണ്ട് പരസ്പരം പ്രണയിച്ച് ജീവിച്ചാൽ ആ വിവാഹ ജീവിതം തന്നെ അധ്യാത്മമായി മാറും. എന്ത് മനോഹര സങ്കല്പമാണത്. അതിനാ വിവാഹം കഴിക്കുന്നത്. ഇതൊക്കെയായിരുന്നു വിവാഹത്തിൻ്റെ പൂർവിക സങ്കല്പങ്ങൾ. അങ്ങനെ ആയ ഈ ഡിവോഴ്സ് എങ്ങനെ പറ്റും എനിക്കറിഞ്ഞുകൂടാ. വിവാഹത്തിലൂടെ ഒരാൾക്ക് പല ബന്ധങ്ങളെ മാനേജ് ചെയ്യേണ്ടതായി വരില്ലേ? ഈ യാത്രയിൽ എന്താണ് ഓരോ വ്യക്തിയും ഓർമ്മിക്കേണ്ടത്? തീർച്ചയായും സ്ത്രീയാണെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് ചേക്കേറുന്നു. അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കാണെങ്കിലും വേറൊരു സ്ഥലത്തേക്കാണ് സ്ത്രീ പോകുന്നത്. പുരുഷനും അതുപോലെ ബന്ധുക്കൾ. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞ ഒരാൾക്കുള്ള സോഷ്യൽ സ്റ്റേറ്റസും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ബന്ധങ്ങളെ വേറെ രീതിയിലൂടെ ഒരു കാണേണ്ടി വരും. അതിൻ്റെ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം പരസ്പര അനുരാഗം ഉണ്ടാകുക, പരസ്പരം പ്രേമം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പരസ്പരം ഒത്തൊരുമിച്ച് നമ്മളൊരുമിച്ച് നമ്മളുടെ ആ ഒരു സ്വർഗം നമുക്ക് പണിയണം. നമ്മളുടെ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ലോകത്തിന് ഉപകാരപ്രദമാവും നമുക്ക് ആനന്ദകരമായൊരു ജീവിതം നമുക്ക് ജീവിക്കണം എന്നൊരു തീരുമാനം ഭാര്യ ഭർത്താക്കന്മാരെടുക്കണം. അതുപോലെ ബന്ധുക്കളായി വരുന്നവരൊക്കെ ഈശ്വര രൂപങ്ങളാണെന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഈ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. അധ്യാത്മം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ വരുന്ന നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഈശ്വരാണെന്ന് ധരിച്ചാൽ പിന്നെ എന്ത് പ്രശ്നം?
അടിസ്ഥാനപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആ പ്രേമബന്ധം ഉണ്ടാവട്ടെ. സർവ്വ പ്രശ്നങ്ങൾക്ക് അത് തന്നെയാണ് സൊല്യൂഷൻ. വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.